ഒരു തുളിപ്പ് ഉണ്ടാക്കി വെക്കാലോ. അതും സ്റ്റിക്കി നോട്ട് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതാണെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാനാണെന്നുണ്ടെങ്കിൽ ഒരു ക്യൂട്ടായിട്ട് നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. ബൊക്കെ പോലൊക്കെ ആക്കിയിട്ട് അതല്ലേ നമുക്ക് ടെസ്റ്റ് ഡെക്കോറായിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കുമ്പോൾ എത്ര അടിപൊളിയായിട്ട് കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ടില്ലേ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ടൈം തീരെ വേണ്ടേനും. ആകെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എത്ര വേണ്ട, 5 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ അത് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഇത് മടക്കുമ്പോൾ കുറച്ച് അമർത്തിയിട്ട് മടക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പം കുറച്ചും കൂടെ വൃത്തിക്ക് നമുക്ക് ആ അടയാളമൊക്കെ കിട്ടിയിട്ട് വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് മടക്കി കൊടുത്ത് ചെയ്യാം. ഇനിയിപ്പോൾ വീട്ടിലാരെങ്കിലും ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ടീച്ചേഴ്സ് ആയാലും ടീച്ചേഴ്സ് ഡേ അന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടാണ് ചെയ്യണം കേട്ടോ. ഇത് ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സൈഡും കൂടെ അതങ്ങനെ മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഗം വെച്ചിട്ടൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡും ഗം വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും രണ്ട് സൈഡൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ അതൊന്ന് പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും. പിന്നെ ഇതിൻ്റെ അടിഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ചെറിയ ഹോളാക്കി കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് സ്റ്റെമ്മ് ജസ്റ്റ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് ഇങ്ങനെ ആ ഒരു ഇതൊക്കെ കിട്ടും. പെറ്റൽസ് നല്ല വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാം. ലീഫ് ഇതിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. ലീഫിൻ്റെ ഒരു ഷേപ്പ് പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഞാൻ രണ്ട് ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെ, ഒന്ന് വെക്കുകയാണെങ്കിൽ ഒന്ന് വെച്ചാൽ മതി, രണ്ടെണ്ണം വെക്കുകയാണെങ്കിൽ രണ്ടെണ്ണം വെക്കാം. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് സ്റ്റെം ഉണ്ടാക്കുക. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലോട്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഗമ്മ് തേച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റെം റെഡി ആയിട്ട് കിട്ടി. പിന്നെ അതെന്ത് ചെയ്യുക, ആ ഹോളിലോട്ട് ജസ്റ്റ് അതൊന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഗമ്മ് തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റെമ്മിൻ്റെ ജസ്റ്റ് അറ്റത്ത് എന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചാൽ നല്ല സെക്യൂറായിട്ട് നിൽക്കും. ഞാൻ ഗമ്മ് തേച്ച് ഒട്ടിക്കാൻ വേണ്ടി ചെറുതായിട്ട് മറന്നു പോയിക്കണേ. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒട്ടിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ലീഫ് എന്ത് ചെയ്യുക, അതേപോലെ തന്നെ രണ്ട് ലീഫായിട്ട് നമുക്ക് ജസ്റ്റ് ഞാൻ ഒട്ടിച്ചെടുക്കുക. അതും ജസ്റ്റ് ഒന്ന് ഇതേമാതിരി കർവ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി വൃത്തിയിൽ കിട്ടും. അപ്പോൾ അത് നമ്മുടെ തുലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട് കാണാനൊക്കെ രസമല്ലേ. അപ്പോൾ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് കൂടെ കൂട്ടട്ടോ.